ചുറ്റൂർക്കാവിലേക്ക് പോവാണ് കേട്ടോ. കാലത്ത് തന്നെ എല്ലാവരും ഒരുങ്ങി ചുറ്റൂർക്കാവിലേക്ക് പോവാണ്. രാവിലെ അമ്പലത്തിൽ പോയവർ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അമ്പലത്തിൽ പോകണമല്ലോ. ഞങ്ങൾ ഒരുങ്ങി അമ്പലം എത്തി. അവർ പറഞ്ഞത് ശരി തന്നെയാണ്, അമ്പലത്തിൽ തിരക്കുണ്ട്. പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ അത്ര തിരക്കില്ല, കുറച്ച് സ്പേസൊക്കെ ഉണ്ട്. ഇതാ അങ്ങനെ തിരക്കൊന്നുമില്ല. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കാണ്, ഫോട്ടോഷൂട്ടാണ് കേട്ടോ. അമ്പലത്തിൽ ഫുൾ ഫോട്ടോഷൂട്ട്. നമ്മളും വിട്ടവരൊന്നുമല്ല, നമ്മളും ഫോട്ടോഷൂട്ട് തന്നെ. പിന്നെ പുറത്താണ് ഒരു വേലയ്ക്കുള്ള തിരക്കുണ്ട്. ഇതാണ്ട, എന്താണെന്നറിയില്ല, എന്തിനാണ് ഇവരിവിടെ നിൽക്കണമെന്നറിയില്ല. എന്നാൽ എന്തെങ്കിലും വേല കാണാൻ വന്നതാ അതുമല്ല. പക്ഷെ ഇവരിങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. പുറത്തെ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പേടിക്കും, ദൈവമേ ഉള്ളിലൊക്കെ എന്തായിരിക്കും എന്ന്. പക്ഷെ ഉള്ളിലൊക്കെ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ നല്ല ഫ്രീ ആയി കിടക്കുന്നുണ്ട്. പിന്നെ ഏട്ടൻ്റെ കൂട്ടുകാരെയൊക്കെ കണ്ടു. അപ്പോൾ കുറച്ച് കളിയാക്കി, അങ്ങനെ കുറച്ച് കളിയാക്കി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കടയിലേക്ക് പോയിട്ടാ. നമ്മുടെ അടുത്ത കടയിൽ നമ്മൾ വിഷു ദിവസം ഉപ്പുമാറൽ ചടങ്ങുണ്ട്. ഇതാ ഉപ്പുമാറൽ ചടങ്ങ്. അപ്പോൾ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, ഇത് നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ ഉപ്പുമാറുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ഏട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന്. അപ്പോൾ ഏട്ടനെ അറിയുന്ന പോലെ പറഞ്ഞു, മംഗളകരമായിട്ട്, മഞ്ഞൾ പോലെ മംഗളകരമായി ഇരിക്കട്ടെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് വേറെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു.